ഹായ് ഗൈസ്, ടെർബോ മൂവി ഞാനിപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫിലിം നല്ല മൂവിയാണ്. പക്ഷെ മൂവി പെർഫോമൻസ് വൈസ് മമ്മൂട്ടി, ബിന്ദു പണിക്കർ ഇവിടെയൊക്കെ പെർഫോമൻസ് നന്നായിരുന്നു. ബിന്ദു പണിക്കറിന്റെ കുറച്ച് കോമഡി സീൻസ്, ഡയലോഗ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിയുടെ പെർഫോമൻസ്, മമ്മൂട്ടിയുടെ എനർജി ആൻഡ് പെർഫോമൻസ്, ഇത് രണ്ടുമാണ് ഈ ഫിലിമിൽ കൂടുതലും വാച്ചബിൾ. പിന്നെ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ആണ് അത്. ആ ഒരു എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. ബട്ട് മിഥുൻ മാനുവൽ ഇതിൽ നമ്മുടെ സാധാരണ പഴയ ഫിലിംസിന്റെ ഒരു ഫോർമാറ്റാണ് ഇതിൽ. മറ്റേ ഉദയകൃഷ്ണന്റെ ഒക്കെ ഫിലിംസിലുണ്ടാകുന്ന ഫോർമാറ്റ്സ്, റിവെഞ്ചും നോട്ട് റിവെഞ്ച്, ഇത് ഫൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ രീതിയിലാണ്. ഫൈറ്റ്സ് ഒത്തിരി ഉണ്ട്. അതിൽ 2-3 നല്ല ഫൈറ്റ്സ്, നല്ല മേക്കിംഗ് നല്ലതാണ് ഫൈറ്റ്സിന്റെ. പിന്നെ ലാസ്റ്റ് കുറച്ച് ക്ലൈമാക്സിന്റെ കുറച്ച് പാർട്ട് മേക്കിംഗ് നന്നായിരുന്നു. അത് ഒഴിച്ചാൽ ഫിലിം ആവറേജ് ആണ്. പിന്നെ നമ്മളെ പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയാം. ഇനി അടുത്ത് എന്താ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ബട്ട് മിഥുൻ മാനുവലിന്റെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കുറച്ചുകൂടെ നന്നായി പ്രതീക്ഷിച്ചു. ബട്ട് അത് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ വില്ലൻ രാജ്വി ഷെട്ടി, പുള്ളിയും കൊള്ളായിരുന്നു. പക്ഷെ പുള്ളിയുടെ പെർഫോമൻസ് ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത് സാധാരണ ഒരു ക്ലീഷേ വില്ലനാണ്. ഈ വില്ലൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീഷേ, ഐ ഡോണ്ട് ലൈക്ക് ക്ലീഷേ എന്ന് പറയും. ബട്ട് ഫിലിമിൽ ഒത്തിരി ക്ലീഷേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ലാസ്റ്റ് കുറച്ച് പോർഷനിൽ പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഓൾ ടുഗദർ ഇറ്റ് ഈസ് എ വാച്ചബിൾ മൂവി. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു നല്ല മൂവിയാണ്. സൗണ്ട്, BGM കൊള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇറ്റ്സ് എ ആവറേജ് മൂവി. ഓക്കെ, എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് വലുതായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട ആവറേജ് മൂവിയാണ്. ഓക്കെ, താങ്ക് യു.